നമസ്കാരം, ജെഎം ടോക്സിലേക്ക് സ്വാഗതം. കണ്ണൂർ ഡെൻ്റൽ കോളേജിലെ ജിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ അങ്ങേയറ്റം വേദനാജനകമാണ്. അത് കേരളത്തിലെ മുഴുവൻ ജനതയെ ഞെട്ടിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പഴയതുപോലെ വേണ്ടത്ര ചർച്ചയാവാതെ ആയിട്ടുണ്ട്. ജിതിൻ രാജിൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ സ്വദേശമായ നെടുമങ്ങാട്ട് നടന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളൊന്നും അവിടെ പാഞ്ഞെത്തിയില്ല. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നെങ്കിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അവിടെ പാഞ്ഞെത്തുകയും പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തേനെ. ജിതിൻ രാജിന് ഉണ്ടായ അനുഭവം എങ്ങനെ അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ജാതീയമായൊരു പീഡനം ജിതിൻ രാജ് അനുഭവിച്ചു എന്ന് സംശയിക്കപ്പെടുന്നു. അത് സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുടെ ക്ലിപ്പിങ്ങുകളും പുറത്തു വന്നിട്ടുണ്ട്. വളരെ അത്ഭുതകരവും അവിശ്വസനീയവുമാണ് ഈ കാലത്തും 2024 നാം എത്തി. ശാസ്ത്രീയമായും സാമൂഹികമായിട്ടൊക്കെ ഇത്രയും പുരോഗതി നേടിയ ഒരു സമയത്തും ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ 2 കോളേജ് അധ്യാപകർ ഈ ജാതീയമായിട്ട് അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ അവമാനിച്ചു എന്നുള്ളത് അവിശ്വസനീയമാണ്. ഇത് ശരിയായിരിക്കുമെന്ന് പോലും നമുക്ക് സംശയം തോന്നും. പക്ഷേ കേരളത്തിലെ കോളേജുകളിലും കേരളത്തിലെ സ്കൂളുകളിലുമൊക്കെ അന്വേഷിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടെങ്കിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസവും അറിവും സാംസ്കാരിക ബോധവുമൊക്കെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും മറുവശത്ത് ജാതീയ ചിന്തകൾ ആളുകൾ അഭിരമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയമായ മാറ്റങ്ങളും വർഗീയമായ വേർതിരിവുകളും ഒക്കെ തന്നെയായിരിക്കും ഇതിനൊരു കാരണം. കാരണം നമ്മളൊരു വശത്തെ പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോഴും സാംസ്കാരികമായി നമ്മൾ പുരോഗമിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും അത്തരം പെരുമാറ്റങ്ങൾ നടത്തുന്നവരെ വളരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇത് ജാതീയമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ടും ആ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് കമ്പിളിക്കണ്ടത്തിലെ കൽപ്പർണികളെന്ന പേരിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ആത്മകഥ, ബോബി അബ്രഹാം എന്ന് പറയുന്ന ഒരാളുടെ ആത്മകഥ പലരും വായിച്ചിട്ടുണ്ടാകും. ആത്മകഥയിൽ കമ്പിളിക്കണ്ടത്ത് ജനിച്ച ആ യുവാവ് നിറത്തിൻ്റെ പേരിലും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ പേരിലും സ്വന്തം നാട്ടിലും സ്കൂളിലും കോളേജിലും ചെന്നിടത്തൊക്കെ എങ്ങനെ അവഗണിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ടു എന്ന ആ പുസ്തകത്തിൽ ആ ബാലൻ യുവാവ് ഈ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആ എഴുത്തുകാരൻ ആ ജീവിതാനുഭവങ്ങൾ പറയുന്നുണ്ട്. മറ്റ് പലരുടെയും പുസ്തകങ്ങളിലെ അനുഭവങ്ങൾ, നോവലുകളായിക്കോട്ടെ ചെറുകഥകളായിക്കോട്ടെ, അതിലൊക്കെ ഇപ്പോഴും ഈ ജാതീയമായ അവഗണനയുടെ തിരസ്കാരത്തിൻ്റെ കഥകൾ നമുക്ക് വായിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് മാറാൻ കഴിയാത്തത്? നമ്മളിപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സ്വയം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഏറ്റവും ലളിതമായൊരു ചോദ്യം, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരി, ആ ജോലിക്കാരി ഉപയോഗിക്കുന്ന ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ആ ജോലിക്കാരിയെ നമ്മളുടെ നമ്മളുടെ ബാത്റൂം, നമ്മുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ നമ്മൾ സമ്മതിക്കാറുണ്ടോ? അത് ക്ലീൻ ചെയ്യുന്നത് ആ ജോലിക്കാരി ആയിരിക്കാം, പക്ഷേ അവരത് ഉപയോഗിക്കുന്നത് നമുക്ക് തെറ്റായിട്ട് കാണുന്നു. അതേസമയത്ത് നമ്മൾ ഹോട്ടലിൽ പോയി നമ്മൾ ഉപയോഗിക്കുന്ന ഹോട്ടൽ മുറിയിലെ ടോയ്ലറ്റ് ആരെല്ലാം ഉപയോഗിച്ച് പോയതാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതിനൊന്നും ഒരു ലോജിക്കില്ല, ഇതിനൊന്നും ഒരു സാമാന്യ ബോധത്തിൻ്റെ ഒരു പിൻബലമില്ല. പക്ഷേ ജാതീയമായ ചിന്തകളും മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും കിടക്കുന്നു. നിറത്തെ ചൊല്ലിയുള്ള വിവേചനം ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നു. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ, ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ആ കണ്ണൂരിലെ പ്രൊഫസർ അല്ലെങ്കിൽ ആ പ്രൊഫസർമാർ നടത്തിയത് എന്ന് വേണം കാണാനായിട്ട്. അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ. ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനോഭാവത്തോടെ ജോലി ചെയ്യുന്ന അധ്യാപകർ എത്ര പ്രഗത്ഭരായ അധ്യാപകരാണെങ്കിലും എത്ര വലിയ ഉന്നത കുലജാതിയിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹം തിരസ്കരിച്ചേ മതിയാവൂ.